നിങ്ങൾ എന്തുകൊണ്ട് സൈബർ സെക്യൂരിറ്റി കരിയർ ചൂസ് ചെയ്യരുത്? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഇന്ന് പല ഇൻഡസ്ട്രിയിൽ യു പിക്ക് എ സ്കിൽ, യു മാസ്റ്റർ ഇറ്റ് ആൻഡ് യു ബിൽഡ് യുവർ കരിയർ. ഇതാണ് നമ്മുടെ ഇന്ന് പല ഇൻഡസ്ട്രിയിലും നടക്കുന്നത്. പക്ഷേ സൈബർ സെക്യൂരിറ്റി ഇൻഡസ്ട്രി എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. എക്സാമ്പിൾ, നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനറാണ്. നിങ്ങൾ ആ ഒരു സ്കില്ല് നിങ്ങൾ ചൂസ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ ടൂൾസും എല്ലാം നിങ്ങൾ മാസ്റ്റർ ചെയ്തു. ദെൻ യു ആർ റെഡി ടു ബിൽഡ് യുവർ കരിയർ. പക്ഷേ സൈബർ സെക്യൂരിറ്റി ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. നിങ്ങളുടെ ഒരു ഡെയിലി റൊട്ടീൻ, നിങ്ങൾ ഫുഡ് കഴിക്കുന്നത് പോലെ തന്നെയാണ് സൈബർ സെക്യൂരിറ്റി നിങ്ങൾ പഠിക്കേണ്ടത്. കാരണം ഡേ ടു ഡേ ലൈഫിൽ ഇവോൾവിങ് ത്രെഡ്സ് വരുന്നത് കാരണം നിങ്ങൾക്ക് അതിൽ കംപ്ലീറ്റ്ലി നോളജ് ഉണ്ടാവണം. ആ ത്രെഡ് എങ്ങനെയാണ് ഇവോൾവ് ആയത് ആൻഡ് നിങ്ങൾ റെഡി ആയിരിക്കണം ആ ഒരു ത്രെഡിനെ സോൾവ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ബാക്കി IT ഇൻഡസ്ട്രിയിൽ എക്സാമ്പിൾ, നിങ്ങൾ പൈത്തൺ ഡെവലപ്പറാണ്, നിങ്ങൾ ബാക്ക് എൻഡ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് പൈത്തൺ മാസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെ ജാങ്കോയും നിങ്ങൾ മാസ്റ്റർ ചെയ്തിരിക്കണം. കാരണം പൈത്തൻ്റെ ബാക്ക് എൻഡ് ഫ്രെയിം വർക്ക് വരുന്നത് ജാങ്കോയാണ്. അതേപോലെ തന്നെ നിങ്ങളിത് ഹാൻഡിൽ ചെയ്യാൻ ഇപ്പോൾ ആ ഒരു സ്കില്ല് നിങ്ങൾ എടുക്കുന്നു, അതിൽ നിങ്ങൾ മാസ്റ്റേർഡ് ആവുന്നു, ദെൻ യു ക്യാൻ ബിൽഡ് എ കരിയർ. ബട്ട് ഇൻ ദ കേസ് ഓഫ് സൈബർ സെക്യൂരിറ്റി, നിങ്ങൾ കഴിഞ്ഞ മന്ത് നിങ്ങളൊരു ടൂൾ പഠിച്ചു. ഈ ടൂള് നിങ്ങൾ കംപ്ലീറ്റ്ലി മാസ്റ്റർ ചെയ്തു. ദെൻ നിങ്ങൾ ചിന്തിച്ചാലും നിങ്ങൾ കരിയറിലോട്ട് സ്വിച്ച് ചെയ്യാൻ റെഡിയാണെന്ന്. ബട്ട് അത് തെറ്റാണ്. നിങ്ങൾ സൈബർ സെക്യൂരിറ്റി ഇൻഡസ്ട്രിയിൽ നിങ്ങൾ പറയുന്നത് പോലെ വൈഫൈ ഹാക്കിംഗ്, IoT ഹാക്കിംഗ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഇത് മാത്രം പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ഈ കുറച്ച് ടോപ്പിക്സിനുപരി ഹയർ ലെവൽ ടോപ്പിക്സിൽ നിങ്ങൾ മാസ്റ്റേർഡ് ആയിരിക്കണം. ആൻഡ് നിങ്ങൾ മാസ്റ്റേർഡ് ആവണമെങ്കിൽ നിങ്ങളുടെ ഡേ ടു ഡേ റൊട്ടീൻ പോലെ സൈബർ സെക്യൂരിറ്റി നിങ്ങൾ കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതേപോലെ കുറേ പേരുണ്ട് റാൻസം വെയറും ഫിഷിങ്ങും മാത്രം പഠിച്ചിട്ട് ലൈക്ക് ഈ 2 ടൂളും പഠിച്ചു, അല്ലെങ്കിൽ ഈ 2 ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് സ്കിൽഫുള്ളായി എന്ന് പറഞ്ഞിട്ട് ജോബിലോട്ട് അപ്ലൈ ചെയ്യുന്നവർ. അതാണ് ഈ 1 മന്ത് 2 മന്ത് കോഴ്സുകളിലൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഈ 2 സ്കില്ലും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളെ സ്കാം ചെയ്യാനോ അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് സോഴ്സിലായിരിക്കും നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്തുന്നത്. സൈബർ സെക്യൂരിറ്റി ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ജോബ് റോൾസ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഗവേണൻസ് ആൻഡ് റിസ്ക് അസസ്മെൻറ്റ്, ത്രെറ്റ് ഇൻ്റലിജൻറ്റ്, ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി, ഇൻസിഡൻറ്റ് റെസ്പോൺസ്, സിസ്റ്റം എഞ്ചിനീയറിംഗ് ആൻഡ് ഫിസിക്കൽ സെക്യൂരിറ്റി. ഇത് ജസ്റ്റ് കുറച്ച് റോൾസാണ്. അതേപോലെ തന്നെ ക്ലൗഡ് സെക്യൂരിറ്റി അനലിസ്റ്റ്, മാൽവെയർ സെക്യൂരിറ്റി അനലിസ്റ്റ്, VAPT എഞ്ചിനീയർ എന്ന് പറയുന്ന പല റോൾസ് ഉണ്ട്. ഈ റോൾസിലെല്ലാം നിങ്ങൾ റാൻസം വെയറും അതേപോലെ തന്നെ ഫിഷിങ്ങും പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. യു ഷുഡ് സ്കിൽഡ് ഇനഫ് ഇൻ എവറി സെഗ്മെൻറ്റ് ഫോർ ലേണിംഗ് സൈബർ സെക്യൂരിറ്റി. നിങ്ങളിപ്പോൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചു, പൈത്തൺ പഠിച്ചു, ബാഷ് പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സൈബർ സെക്യൂരിറ്റി ഇൻഡസ്ട്രിയിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്യാമെന്ന് കരുതുകയാണ്, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതേപോലെ തന്നെ പലർക്കൊരു തോട്ട് വരും, എങ്കിലൊരു കോഴ്സ് എടുത്തേക്കാമെന്ന്. ഈ കോഴ്സ് നിങ്ങൾ എടുക്കുമ്പോൾ യു ക്യാൻ സീ 1 മന്ത് 2 മന്ത് 3 മന്ത് ആൻഡ് ഓൾസോ 1 വീക്ക് കോഴ്സുകൾ വരെ ഇന്ന് ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ ടൈം പീരീഡ് കൊണ്ടൊന്നും ഐ ക്യാൻ അഷ്യൂർ യു നിങ്ങൾക്കൊരു കരിയർ ബിൽഡ് ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ഈ 3 മന്ത് 4 മന്ത് പ്രോഗ്രാംസ് ഒക്കെയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് യൂട്യൂബിൽ അല്ലെങ്കിൽ തന്നെ ഒരുപാട് സോഷ്യൽ പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ പ്രൊഫഷണൽ കോഴ്സ്, നിങ്ങൾക്കൊരു 1 ഇയർ അടുപ്പിച്ച് അറൗണ്ട് 10 മന്ത് നിങ്ങൾക്ക് കണ്ടിന്യൂസിൽ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുമെങ്കിൽ അതും പ്രോപ്പർ മെൻറ്റർഷിപ്പും ഹൈലി 8+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള മെൻറ്റേഴ്സും നിങ്ങളെ കൂടെ നിന്ന് പഠിപ്പിക്കാൻ റെഡിയാണ്, ദെൻ യു ക്യാൻ അഷ്യൂർ യുവർ ഫ്യൂച്ചർ ഇൻ സൈബർ സെക്യൂരിറ്റി ഇൻഡസ്ട്രി. ഇനി എങ്ങനെയാണ് സൈബർ ബി അക്കാഡമി ഒരു സ്റ്റുഡൻറ്റിനെ സൈബർ സെക്യൂരിറ്റി റെഡി പ്രൊഫഷണൽ ആക്കുന്നത് എന്ന് പറഞ്ഞുതരാം. സൈബർ ബി അക്കാഡമിയുടെ ദ മെയിൻ ഹൈലൈറ്റ് ഈസ് നിങ്ങളെ പഠിപ്പിക്കുന്നത് പ്രൊഫഷണൽസ് ആയിരിക്കും. അത് നമ്മളെ പല വീഡിയോസും നമ്മൾ പറയുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ ഇൻഡെപ്തിലോട്ട് പോവാം. ഓക്കെ, സൈബർ ബി അക്കാഡമിയിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുകയാണെങ്കിൽ അവർക്ക് ലൈഫ് ടൈം ആക്സസ് ആയി നമ്മുടെ കമ്മ്യൂണിറ്റി സപ്പോർട്ടിൽ ഉണ്ടാവുക.
കാരണം പറഞ്ഞുതരാം. നമ്മളെപ്പോഴും സ്കിൽഡ് ആയിരിക്കണം. സോ നിങ്ങൾക്ക് അതിന് പ്രോപ്പർ റിസോഴ്സ് വേണം. ബാക്കിയുള്ള അക്കാഡമീസിൽ ഒരു പെർട്ടിക്കുലർ ടൈം വരെ നിങ്ങളെ പഠിപ്പിച്ചതിന് ശേഷം ദേ ആർ ജസ്റ്റ് ലീവിങ് യു. ബട്ട് അറ്റ് സൈബർ ബി അക്കാഡമി നിങ്ങളെ ലൈഫ് ടൈം നിങ്ങളെ കൂടെ ഏത് സ്കില്ല് പഠിക്കാനും ഏത് സ്കില്ലിൽ മാസ്റ്റർ ചെയ്യാനും കൂടെ ഉണ്ടാവും. ആൻഡ് മോർ ഓവർ ദാറ്റ് നമ്മുടെ പ്രോഗ്രാം വരുന്നതും 10 month ആയിരിക്കും. ഈ 10 monthൽ ലാസ്റ്റ് മൂമെൻറ്റ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ലാസ്റ്റ് മൂമെൻറ്റ് നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ പ്രൊഫഷൻസിയൊക്കെ ചെക്ക് ചെയ്യുന്ന പരിപാടിയല്ല സൈബർ ബി അക്കാഡമിയിലുള്ളത്. ഇനിഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പോയിന്റ് ബേസ്ഡ് പ്രോഗ്രാംസിലാണ്. നിങ്ങൾ ഓരോ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും വി വിൽ ബി മെൻഷനിങ് യുവർ പോയിന്റ്സിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൽ എന്തുമാത്രം ഹൈ ആണെന്ന് ഇഫ് യു ആർ ഏബിൾ ടു ക്രാക്ക് 90% എബോവ് ഫ്രം യുവർ പോയിന്റ് ടേബിൾ, ദെൻ സൈബർ ബി അക്കാഡമിക്ക് എൻഷുർ ചെയ്യാൻ പറ്റും യു ആർ ആൻ ഇൻഡസ്ട്രിയൽ റെഡി സൈബർ സെക്യൂരിറ്റി കാൻഡിഡേറ്റ്. ഇനി സൈബർ സെക്യൂരിറ്റി ഇൻഡസ്ട്രിയിലെ ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞുതരാം. സൈബർ സെക്യൂരിറ്റി ഇൻഡസ്ട്രിയിൽ ഇന്ന് നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് 10 ഹൈ പേയിങ് കരിയർ ഏത് നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ അറ്റ് ഫസ്റ്റ് ഇറ്റ് സൈബർ സെക്യൂരിറ്റി. കാരണം ലാക്ക് ഓഫ് സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസ്. ഇഫ് യു വാണ്ട് ടു ബിക്കം എ സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽ നിങ്ങൾക്ക് അത്രയും സ്കില്ല് മസ്റ്റ് ആയിരിക്കണം. അവിടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് കോളേജിൽ പഠിച്ചെന്നോ എന്നൊന്നും മാറ്റർ ചെയ്യത്തില്ല. അറ്റ് സൈബർ സെക്യൂരിറ്റി ഇൻഡസ്ട്രിയിൽ നമ്മൾ മാറ്റർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് യുവർ സ്കിൽ. ഈ സ്കില്ല് നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റുമെങ്കിൽ ആൻഡ് ഇറ്റ് വിൽ ടേക്ക് ടൈം ഓൾസോ. ആൻഡ് ഈ ഒരു പേഷ്യൻസിൽ നിങ്ങൾക്ക് സ്കില്ല് മാസ്റ്റർ ചെയ്യാൻ പറ്റുമെങ്കിൽ ദെൻ ഐ ക്യാൻ ഗ്യാരണ്ടി യു ഇന്ന് ഏത് ഡെവലപ്മെൻറ്റ് ഫീൽഡിൽ വാങ്ങുന്ന സാലറി, ഇന്ന് ഏത് IT ഫീൽഡിൽ വാങ്ങുന്ന സാലറിയെ കാട്ടിയും കൂടുതൽ സൈബർ സെക്യൂരിറ്റി ഇൻഡസ്ട്രിയിൽ നമുക്ക് മേടിക്കാൻ കഴിയും. ഇനി പലർക്കും വരുന്നൊരു ഡൗട്ടാണ് ഏത് സർട്ടിഫിക്കേഷനാണ് ബെസ്റ്റ് എന്ന്. ദ ബെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഐ വിൽ ബി മെൻഷനിങ് വിൽ ബി EJPT. INE സെക്യൂരിറ്റിയുടെ EJPT ആയിരിക്കും വൺ ഓഫ് ദ ബെസ്റ്റ് സർട്ടിഫിക്കറ്റ്. കാരണം EJPT സർട്ടിഫിക്കറ്റിൽ ഒരുപാട് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലാബ്സും ആൻഡ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും കൂടുതലാണ്. ആൻഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഇൻഡസ്ട്രിയിലെ CEH, CompTIA, സെക്യൂരിറ്റി പ്ലസ് പോലത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ബട്ട് CEHൻ്റെ ഒരു ഡ്രോബാക്ക് പറഞ്ഞുതരാം. CEH സർട്ടിഫിക്കറ്റ് ബേസ് ചെയ്തിരിക്കുന്നത് വൺ വേർഡ് സർട്ടിഫിക്കേഷനിൽ മാത്രമാണ്. വൺസ് ഞാനും ആ ഒരു സർട്ടിഫിക്കറ്റിന് ഇരയായിട്ടുണ്ട്. ആൻഡ് ഫ്രം മൈ എക്സ്പീരിയൻസ് ഐ എം സേയിങ് ദാറ്റ് CEH ഈസ് വേസ്റ്റ് ഓഫ് ടൈം. ആൻഡ് സെക്കൻഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ CompTIAയുടെ സെക്യൂരിറ്റി പ്ലസ്. നിങ്ങളിപ്പം ലോ ബഡ്ജറ്റ് സർട്ടിഫിക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ CompTIAയുടെ സെക്യൂരിറ്റി പ്ലസ്. ബട്ട് അതിൽ നിന്ന് നിങ്ങൾ എക്സ്ട്രാ ഒരു 8,000 ഒക്കെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ ഒരു ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ EJPT വിൽ ബി യുവർ സർട്ടിഫിക്കറ്റ്. ഇനി നെക്സ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി OSCP നിങ്ങൾ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു പ്രൊഫഷണലിൻ്റെ സപ്പോർട്ട് വേണ്ടി വരും. കാരണം ഇറ്റ് വിൽ ബി ദ ടോപ്പ് ടയർ സർട്ടിഫിക്കറ്റ് ഇൻ സൈബർ സെക്യൂരിറ്റി ഇൻഡസ്ട്രി ആൻഡ് ഓൾസോ അത് ഹൈലി എക്സ്പെൻസീവ് ആണ്. ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്രൈസിൻ്റെ പുറത്തെടുക്കാമെന്നേ ഞാൻ പറയത്തുള്ളൂ. ആൻഡ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ ബെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണെന്ന് മാത്രമേ ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. സോ മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്. അതേപോലെ തന്നെ പലർക്കും വരുന്നൊരു ഡൗട്ടാണ് ഫ്രീലാൻസ് ഓപ്പർച്യൂണിറ്റി സൈബർ സെക്യൂരിറ്റി ഇൻഡസ്ട്രിയിൽ ഒരുപാടുണ്ട്, പക്ഷെ അതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഹൗ യു ക്യാൻ ഡു ഫ്രീലാൻസിങ് ഇൻ സൈബർ സെക്യൂരിറ്റി. നിങ്ങളിപ്പോൾ ഫ്രീലാൻസിങ് ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി യു ഷുഡ് ബി എ രജിസ്റ്റേർഡ് കമ്പനി. കാരണം രജിസ്ട്രേഷൻ അവിടെ മസ്റ്റാണ്. നിങ്ങളൊരു ഫ്രീലാൻസിങ് കമ്പനി റൺ ചെയ്യുന്നെങ്കിൽ പോലും അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ടാണ് നിങ്ങൾ വർക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ യു ഷുഡ് ബി രജിസ്റ്റേർഡ്. അത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. കാരണം വീഡിയോ എഡിറ്റിംഗ് അതൊക്കെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാമെങ്കിൽ പോലും അതിനൊരു രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷേ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു കമ്പനിയുടെ എൻ്റയർ സൈബർ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ ആ സൈബർ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അവർക്ക് നിങ്ങളിൽ ട്രസ്റ്റ് ഉണ്ടാവണം. ഈ ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കേഷൻ്റെ ആവശ്യം വരുന്നില്ല. യു ഷുഡ് ജസ്റ്റ് നീഡ് ഇനഫ് സ്കിൽ ആൻഡ് അതേപോലെ തന്നെ സൈബർ സെക്യൂരിറ്റിയിൽ നിങ്ങൾ പ്രൊജക്ട്സും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. സർട്ടിഫിക്കേഷനിലുപരി സൈബർ സെക്യൂരിറ്റി ഇൻഡസ്ട്രിയുടെ മാറ്റർ ചെയ്യുന്ന വൺ തിങ്ങേ ഉള്ളൂ, അത് നിങ്ങളുടെ പ്രൊജക്ട്സ് ആണ്. ആൻഡ്
നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് കമ്പനിയാണ് ആദ്യം അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ ഫൈനലൈസ് ചെയ്യണം. ഓക്കെ, കാരണം ആസ് എ സൈബർ സെക്യൂരിറ്റി കമ്പനി, നമ്മൾ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് സൈബർ ബി അക്കാഡമി ആണെങ്കിൽ പോലും ആസ് എ സൈബർ സെക്യൂരിറ്റി കമ്പനി ആയിട്ട് ഓപ്സെക് ബി സെക്യൂരിറ്റി സൊല്യൂഷനിൽ ഇന്ന് പല ക്ലയൻസുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് സെക്ടേഴ്സിലുള്ള ക്ലയൻസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് സെക്ടേഴ്സ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ പറയുന്ന കമ്പനീസ് ഒന്നും ഒരിക്കലും ലൈവായിട്ട് ഇടത്തില്ല. വി ആർ ലുക്കിംഗ് ഫോർ ആൻഡ് ഫ്രീലാൻസർ ഫോർ അവർ സൈബർ സെക്യൂരിറ്റി കമ്പനി. കാരണം എന്ന് പറയുമ്പോൾ അതും അവർക്കൊരു ത്രെട്ടാണ്. കാരണം അവരുടെ ഡീറ്റെയിൽസ് അവർ പ്രൊട്ടക്റ്റഡ് അല്ലാതെ ഫ്രീലാൻസ് ആയിട്ട് അവർ പറയുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ. അവിടെ നിങ്ങൾക്ക് വേണ്ടതാണ് നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ദെൻ യു ക്യാൻ ഫൈൻഡ് ഫ്രീലാൻസിങ് ഓപ്പർച്യൂണിറ്റി ഹൈ എമൗണ്ട് ഇൻ റേഷ്യോ ഇൻ സൈബർ സെക്യൂരിറ്റി ഇൻഡസ്ട്രി. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഓപ്പർച്യൂണിറ്റി കഴിയുന്നില്ല എങ്കിൽ യു ക്യാൻ ഡയറക്റ്റ്ലി റീച്ച് ഔട്ട് ടു ദ കമ്പനീസ് ത്രൂ മെയിൽസ് ആൻഡ് ഓൾസോ ലിങ്ക്ഡിൻ പോലത്തുള്ള പ്ലാറ്റ്ഫോമിൽ അവരുടെ ഡയറക്റ്റായിട്ട് അതിൽ CEOസോ അന്നെ അവിടെ വർക്ക് ചെയ്യുന്ന IT സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസുമായിട്ടോ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് റീച്ച് ഔട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓപ്സെക് ബി കമ്പനി അല്ലെങ്കിൽ ഓപ്സെക് ബി സെക്യൂരിറ്റി സൊല്യൂഷനിൽ നമ്മൾ ദുബായ് ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ UAE ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇൻഷുറൻസ് കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏതൊക്കെ കമ്പനീസാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നമുക്ക് അത് ഡയറക്റ്റായിട്ട് പറയാൻ കഴിയത്തില്ല. കാരണം അവരുടെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കണം. ചില കമ്പനീസ് പറയുന്ന ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളാണ് ചെയ്യുന്നത് എന്നൊരിക്കലും പുറത്ത് പറയരുതെന്നാണ്. ഓക്കെ, അത് അവരുടെ ട്രേഡ് മാർക്കിൽ ബാധിച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ആസ് എ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് എന്നുള്ള വ്യൂവിലാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഫ്രീലാൻസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി സ്കിൽഡ് ഇനഫ് ഇൻ ദ സെഗ്മെൻറ്റ് ഓഫ് നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇന്ന് ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. എസ്പെഷ്യലി ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ ഒരുപാട് നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ഓൾ ഓവർ ദ ഇന്ത്യയിൽ നമ്മുടെ NVIDIA ആൻഡ് ടോപ്പ് ടയർ കമ്പനീസ് സമ്മിറ്റ്സ് വയ്ക്കാറുണ്ട്. യു ക്യാൻ ഡയറക്റ്റ്ലി റീച്ച് ഔട്ട് ടു ദം. ഈ സമ്മിറ്റ്സിലൊക്കെ വരുന്നവരുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ സൈബർ സെക്യൂരിറ്റി വിൽ ബി യുവർ ബെസ്റ്റ് ഇൻഡസ്ട്രി ഫോർ ഡെവലപ്പിംഗ് യുവർ കരിയർ. ഇനി അടുത്ത് നിങ്ങളൊരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു കരിയർ ഫോക്കസ്ഡ് ആയിട്ടാണ് നോക്കുന്നതെങ്കിൽ അതിനും കുറച്ച് സർട്ടൻ റൂൾസ് ഉണ്ട്. നിങ്ങളുടെ ലിങ്ക്ഡിൻ അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ പ്ലാറ്റ്ഫോംസിലും നിങ്ങൾ വെൽ ആക്റ്റീവ് ആയിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ റെസ്യൂമേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ലൈക്ക് ഫാൻസി ടെംപ്ലേറ്റ്സോ കാര്യങ്ങളോ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ATS ഫ്രണ്ട്ലി റെസ്യൂമേ. ആ ഒരു സെക്ഷനും കൂടെ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കമ്പനീസിന് ജോബിന് അപ്ലൈ ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ HR ആരാണ് അവർക്കും കൂടെ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ അവർക്കും കൂടെ പേഴ്സണലി മെസ്സേജ് അയയ്ക്കുക. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ സെറ്റ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ടേക്ക് സം എഫേർട്ട്. ഈ എഫേർട്ട് എടുക്കണമെങ്കിൽ യു ഷുഡ് ഫോളോ ദീസ് സ്റ്റെപ്സ്. ഇനി ഈ ചാനലിൽ കംപ്ലീറ്റ്ലി വരാൻ പോകുന്നത് സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് കോണ്ടൻറ്റ്സ് ആയിരിക്കും. ആൻഡ് ഈ കോണ്ടൻറ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സൈബർ സെക്യൂരിറ്റി ഇൻഡസ്ട്രിയിലോട്ട് അറിയേണ്ടത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ആൻഡ് I will be there completely for assisting you. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ ഇടാം. ആൻഡ് ഐ വിൽ ബി ദെയർ ഫോർ അസിസ്റ്റിംഗ് യു. അതേപോലെ തന്നെ നിങ്ങൾക്ക് കരിയർ ഫോക്കസ്ഡ് ആയിട്ടാണ് സൈബർ സെക്യൂരിറ്റി നോക്കുന്നതിൽ ഇറ്റ്സ് ദ റൈറ്റ് ടൈം. ബാക്കി ഏത് ഇൻഡസ്ട്രിയെക്കാട്ടിയും ഇവോൾവിങ്ങും അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസുമുള്ള ഫീൽഡാണ് സൈബർ സെക്യൂരിറ്റി. സോ യൂട്ടിലൈസ് യുവർ സ്കിൽ and get a career in cybersecurity.